ലളിതമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്റെ മുഖം മൃദുവാണ്, എന്റെ ചുമട് ലഘുവാണ്. നിങ്ങൾ എന്നോട് കേട്ടുപഠിപ്പി, എങ്കിൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കിട്ടും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവവൈതലെ, നമ്മുടെ ആത്മാക്കൾക്ക് ആശ്വാസം കിട്ടണമെങ്കിൽ ദൈവത്തിന്റെ സ്തോത്രം, നാം കർത്താവിന്റെ ലഘുവും മൃദുവും ലഘുവുമായിരിക്കുന്ന മുഖം അഥവാ ചുമട് നാം ഏറ്റെടുത്തുകൊണ്ട് അത് പഠിക്കുന്നുവെങ്കിൽ, അവന്റെ കൽപ്പനകളും അവന്റെ വചനങ്ങളും നമ്മൾ പ്രമാണിക്കുന്നുവെങ്കിൽ നമ്മുടെ ആത്മാക്കൾ രക്ഷിക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെടുന്നതോടൊപ്പം നമ്മുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കും എന്ന് കർത്താവിനെ വചനം പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏത് ഉന്നത മനുഷ്യനായിരുന്നാലും ശരി, അവന്റെ ആത്മാവിന് ആശ്വാസം കിട്ടണമെങ്കിൽ, അവന്റെ ആത്മാവ് നിത്യരക്ഷ പ്രാപിക്കണമെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, നമ്മുടെ കർത്താവായ യേശുവിന്റെ മൃദുവും ലഘുവുമായ മുഖവും ചുവടും ഏറ്റുപഠിച്ചുകൊണ്ട് ദൈവത്തിന്റെ സ്തോത്രം രക്ഷിക്കപ്പെട്ടേ മതിയാവും. ആത്മാവാണ് ഈ ലോകത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിലയുള്ളത്. കർത്താവ് പറയുന്നു, ഒരു മനുഷ്യൻ സർവ്വ ലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്തോ പ്രയോജനം? ദൈവത്തിന്റെ സ്തോത്രം. ഒരു പ്രയോജനമില്ല. ഒരു മനുഷ്യന് വേണമെങ്കിൽ ഈ ലോകത്തെ മുഴുവനും നേടാൻ കഴിയും, പക്ഷെ അവന്റെ ആത്മാവിനെ നേടുവാൻ ആർക്കും കഴിയില്ല. ആത്മാവിന്റെ മേൽ അധികാരമുള്ള ഒരു മനുഷ്യന് ലോകത്തിലില്ല. ആത്മാവിന്റെ മേൽ അധികാരമുള്ളവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. യേശുവിന് മാത്രമേ ഒരു മനുഷ്യന്റെ ആത്മാവിനെ രക്ഷിക്കുവാൻ കഴിയുള്ളൂ. ദൈവത്തിന്റെ സ്തോത്രം. അതിന് യേശു എന്ത് ചെയ്തു? യേശു തന്റെ അവസാനത്തോട് രക്തത്തോളം താൻ വിലയായി കാൽവരി മലയിൽ നൽകിയുണ്ടായി. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ നമ്മുടെ ആത്മരക്ഷയാണ് വലുത്. ഈ ലോകത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആത്മരക്ഷയുണ്ട്, ശരീരരക്ഷയുണ്ട്, സാമ്പത്തിക രക്ഷയുണ്ട്. ഒരുവൻ യേശുവിന്റെ അടുക്കൽ വരുമ്പോൾ അവൻ ആദ്യം ലഭിക്കുന്നത് ആത്മാവിന്റെ രക്ഷയാണ്. രണ്ടാമത് അവന് ശരീരരക്ഷ ലഭിക്കുന്നു. എന്താണ്? അവന്റെ ശരീരത്തെ രോഗത്തിൽ നിന്ന് ദൈവം മുക്തി നൽകി അവന് സൗഖ്യവും ആശ്വാസം കൊടുക്കുന്നു. അവന്റെ സാമ്പത്തിക രക്ഷ നൽകുന്നു. എങ്ങനെയാണ്? അവൻ ഈ ലോകത്തിൽ അന്യായമായി ജീവിച്ച കാലഘട്ടത്തിൽ അവന്റെ ജീവിതത്തിൽ സാമ്പത്തികമായി ഒന്നും പറയുവാനില്ലായിരുന്നു. എന്നാൽ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് അവന്റെ ആത്മരക്ഷ ലഭിച്ചപ്പോൾ അവന്റെ സാമ്പത്തിക രക്ഷയും കൊടുവാൻ തുടങ്ങി. അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായി തീർന്നു. ഈ ലോകത്തെ വസ്തുവകകൾക്ക് അവകാശിയായി തീർന്നു. ഇങ്ങനെ പലവിധ നിലയിൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായി അക്ഷരീയമായ അനുഗ്രഹങ്ങൾക്ക് ഉടമയായി തീരുകയാണ്. അപ്പോൾ ആത്മരക്ഷയുണ്ട്, ശരീരരക്ഷയുണ്ട്, സാമ്പത്തിക രക്ഷയുണ്ട് യേശുവിന്റെ അടുക്കൽ വന്നാൽ. എന്നാൽ അതിൽ മുഖ്യം ആത്മാവിന്റെ രക്ഷയാണ്. കാരണം ഈ ശരീരം ഈ മണ്ണാണ്, ഇത് മണ്ണോട് ചേർന്ന് പോകും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ സാമ്പത്തികം ഈ ലോകത്തിലുള്ളതാകുന്നതാണ്, ഇത് ഇവിടെ നശിച്ചു പോകും. എന്നാൽ ആത്മാവ് ദൈവത്തിന്റെ അടുക്കൽ നമുക്ക് ലഭിച്ചതാണ്. അത് ദൈവത്തിങ്കിലേക്ക് ചെല്ലണം. അത് മറ്റൊന്നുമായിട്ട് ലോകത്തിലേക്ക് ബന്ധമില്ലാത്തതൊന്നാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഈ ലോകത്തിലെ സന്യാസിമാർ പാടുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. ആത്മാവിന് ഈ ഭൂവിൽ ബന്ധമില്ല, സ്വന്തം ദേഹവുമായി ഒരു ബന്ധമില്ല. ആത്മാക്കൾക്ക് തമ്മിലെ ബന്ധമുള്ളൂ, അത് പരമാത്മാവുമായുള്ള ഒരു ആത്മബന്ധം. അപ്പൊ നോക്കി, ആത്മാവിനെ കുറിച്ച് പറയുന്നത്, ആത്മാവിന് ഈ ഭൂമിയിൽ ബന്ധമില്ല, സ്വന്തം ദേഹവുമായി പോലും ഒരു ബന്ധമില്ല. നമ്മുടെ ആത്മാവിനെ ചുമന്ന് നടക്കുന്ന ഈ മൺകൂടാരത്തിന് പോലും ആത്മാവുമായിട്ടുള്ളൊരു ബന്ധമില്ല. പിന്നെ മനുഷ്യർക്ക് തമ്മിലോ ആത്മാവിന് ഈ ഭൂവിൽ ബന്ധമില്ല, സ്വന്തം ദേഹവുമായി ഒരു ബന്ധമില്ല. പിന്നെ ആത്മാക്കൾക്ക് തമ്മിലെ ബന്ധമുള്ളൂ, അത് പരമാത്മാവുമായിട്ടുള്ള ഒരു ആത്മബന്ധം. ആ സർവശക്തനായ ദൈവത്തിന്റെ ആത്മാവുമായിട്ടുള്ള ഒരു ബന്ധമേ ഈ ആത്മാവിനുള്ളൂ. കാരണം ദൈവത്തിൽ നിന്നാണ് മനുഷ്യന് ആത്മാവ് ലഭിച്ചത്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവം മനുഷ്യനെ മണ്ണ് കൊണ്ടുണ്ടാക്കി, തന്റെ കൈ കൊണ്ടുണ്ടാക്കിയിട്ട് ദൈവത്തിന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി എന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ മനുഷ്യന്റെ ജീവിതത്തിൽ, മനുഷ്യന്റെ ശരീരത്തിൽ അന്തർലീനമായിരിക്കുന്ന ജീവൻ, ആത്മാവ്, അത് സ്വർഗത്തിലെ ദൈവത്തിനുള്ളതാണ്. അത് ദൈവത്തിലേക്ക് ചെല്ലണം. ദൈവത്തിന്റെ സ്തോത്രം. പക്ഷെ അത് ദൈവത്തിൽ അന്യപ്പെട്ടു പോയി. എങ്ങനെ? ആദിമാതാപിതാക്കൾ പാപം ചെയ്തപ്പോൾ, ആദാമും ഹവ്വയും പാപം ചെയ്തപ്പോൾ ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ടു, ദൈവിക ജീവൻ അവർക്ക് നഷ്ടപ്പെട്ടു. എന്നാലോ ദൈവം സ്നേഹവാനാകിയാൽ ദൈവത്തിന്റെ സ്നേഹം മാനവജാതിയിൽ പ്രദർശിപ്പിക്കുവാൻ വേണ്ടി തന്റെ സ്വർഗത്തിലെ പൊന്നോമന പുത്രനായ ക്രിസ്തു യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. അതാണ് യോഹന്നാൻ സുവിശേഷം 3:16 വായിക്കുന്നത്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന യാവനെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുന്നത് നമ്മെ സ്നേഹിച്ചു
എന്നാണ് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ആത്മാവ് എന്തുമാത്രം വിലയുള്ളത് ചിന്തിക്കുക ദൈവമക്കളെ. ഈ ലോകത്തെക്കാൾ വിലയുള്ളത് എന്ന് യേശു പറഞ്ഞത് എന്തർത്ഥവത്തായിരിക്കും ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ആത്മാവിനെ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി, നഷ്ടപ്പെട്ടു പോയത് മനുഷ്യനെ തിരികെ കൊടുക്കുവാൻ വേണ്ടി അവൻ ദൈവം തന്നെ മനുഷ്യരായി ലോകത്തിലേക്ക് കടന്നു വന്നു. ഫിലിപ്പിയ ലേഖനത്തിൽ അങ്ങനെയാണ് വായിക്കുന്നത്. അവൻ ദൈവരൂപമായിരിക്കെ ഫിലിപ്പിയർക്ക് ലേഖനം 2-ാം അധ്യായത്തിൽ വളരെ വിശദമായിട്ട് ആ വേദഭാഗം നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ എന്താണ് വായിക്കുന്നത്? നാം 4-ാം വാക്യം വായിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ കാണാൻ വഴി അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി അവൻ അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അതോ ലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഇതാ ഇവിടെ ശ്രദ്ധിക്കുക. ദൈവത്തിന്റെ സ്തോത്രം എന്താണ് പഠിപ്പിക്കുന്നത്? അവൻ ദൈവരൂപത്തിൽ ഇരുന്നവനാണ്. എന്നാൽ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ അവൻ ഹല്ലേലൂയ ഈ ലോകത്തിൽ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. എന്തിന്? ദൈവമായി തീർന്നവൻ, ദൈവരൂപത്തിലിരുന്നവൻ, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കേണ്ടവൻ ഇതെല്ലാം വെടിഞ്ഞ് ഒരു ദാസ വേഷമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായത് എന്തിനാണ്? മനുഷ്യന്റെ അവൻ ഉള്ളിൽ ഇരിക്കുന്ന ആത്മാവ് അത് ഈ ലോകത്തെക്കാൾ വിലയുള്ളത്. അതിനൊരു മോചനം നൽകണം, അതിന് പാപമോചനം നൽകണം. എങ്കിലേ മനുഷ്യന്റെ ആത്മാവിന് ദൈവവുമായി ബന്ധപ്പെടാൻ കഴിയുള്ളൂ. അതിനുവേണ്ടി യേശു ഈ ലോകത്തിൽ വന്നു. ആ യേശു വിശ്വസിക്കുന്നവനാണ് നിത്യജീവൻ, അഥവാ അവനാണ് രക്ഷിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. യാതൊരു മനുഷ്യൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് കർത്താവിനെ അവൻ മാനസാന്തരപ്പെട്ട് തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് അവന്റെ ഒരു പൈതലായി തീരുന്നുവോ അവനാണ് ദൈവരാജ്യത്തിന് യോഗ്യൻ. അവന്റെ ആത്മാവാണ് രക്ഷിക്കപ്പെടുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ രക്ഷിക്കപ്പെടുക എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ദൈവവചനത്തിലൂടെ ഒരു മനുഷ്യൻ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവായ യേശുവിനെ ഏറ്റുപറയുമ്പോൾ അവന്റെ ആത്മാവ് രക്ഷിക്കപ്പെടുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയും. ദൈവത്തിന്റെ സ്തോത്രം. നാം പഠിച്ചു വരുന്നത് കർത്താവിന്റെ നാമത്തിലുള്ള രക്ഷയെക്കുറിച്ചാണ്. മാനവജാതിയുടെ ആവശ്യം രക്ഷിക്കപ്പെടുക എന്നുള്ള വിഷയമാണ്. അപ്പൊ രക്ഷയ്ക്കുള്ള മാർഗമുണ്ട്. ഈ ലോകത്തിൽ മനുഷ്യൻ രക്ഷിക്കപ്പെടുവാൻ പല മാർഗങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ ദൈവവചനം പഠിപ്പിക്കുന്നു മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല എന്ന് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. യേശു പറയുന്നു ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. പിന്നെയും നമ്മുടെ കർത്താവായ യേശു പറയുന്നത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ ചെന്നെത്തുകയില്ല. അപ്പൊ രക്ഷ യേശു ക്രിസ്തുവിലൂടെ മാത്രം. ദൈവത്തിന്റെ സ്തോത്രം. രക്ഷയ്ക്ക് മറ്റു വല്ല മാർഗമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 49 അതിന്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്ക് ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിനെ വീണ്ടെടുപ്പിലോ കൊടുപ്പാനോ ആർക്കും കഴിയില്ല. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്, അത് ഒരു നാളും സാധിക്കുകയില്ല. അപ്പൊ മനുഷ്യനെ പാപിയായ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ മറ്റു വല്ല മാർഗവും ഉണ്ടോ എന്ന് ചോദിച്ചാൽ വേദപുസ്തകം പഠിപ്പിക്കുന്നു ഇല്ലേ, ഇല്ല. രക്ഷ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രം. പ്രവാചകൻ വിളിച്ചു പറയുന്നു കൂശ്യന് തന്റെ തോക്കും പുള്ളിക്ക് തന്റെ പുള്ളിയെ മാറ്റുവാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു. ഒരു കൂശ്യൻ, ഒരു കറുത്ത മനുഷ്യൻ, ഒരു ആഫ്രിക്കക്കാരൻ ഒരു കറുത്തവർഗക്കാരൻ മനുഷ്യന് തന്റെ കറുത്ത നിറം മാറ്റുവാൻ കഴിയില്ല. അതുപോലെ പുള്ളിക്ക് തന്റെ പുള്ളിയും മാറ്റുവാൻ കഴിയില്ല. പിന്നെ എങ്ങനെ മനുഷ്യന് പാപമോചനം വേണ്ടുവാൻ കഴിയും? ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതെ, മനുഷ്യൻ വന്നിട്ടുള്ളത് ദൈവത്തിൽ നിന്നുമാണ്. ആകയാൽ മനുഷ്യനെ തിരികെ വീണ്ടും ദൈവത്തിലേക്ക് കൊടുക്കുക. പ്രവാചകൻ വിളിച്ചു പറയുന്നു നമ്മെ വെട്ടിയെടുത്ത അവൻ പാറയിലേക്ക് കരിഗർഭത്തിലേക്ക് ഇട്ടുകൊടുക്കുക എന്നാണ്. അതായത് കരിക്കട്ട നമ്മൾ ഏത് വെള്ളത്തിൽ കൊണ്ട് മുക്കിയാലും കരിക്കട്ട തന്നെയാണ്. എന്നാൽ കരിക്കട്ട നമ്മൾ എവിടെ നിന്നെടുത്തു? തീയിൽ നിന്നെടുത്തു. ആ തീയിലേക്ക് ഇട്ടുകൊടുക്കുമ്പോൾ ആ കരിക്കട്ട സ്വർണം പോലെ ശോഭിക്കും. ഇതുപോലെ പാപിയായ ഒരു മനുഷ്യൻ ദൈവത്തിന്റെ കരത്തിൽ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ